ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനിന്ന് വന്നേക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ റഹീം ഏകദേശം പുറത്തിറങ്ങേണ്ട ഒരു ഇതിലേക്ക് ആയിട്ടുണ്ട്. പൈസയെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ റഹീമിനെ പോലെ തന്നെ യമൻ എന്ന സ്ഥലത്ത് നിമിഷപ്രിയ എന്നൊരു സഹോദരിയും കൂടെ കിടക്കുന്നുണ്ട്. ആ ഒരു ഇത് നമ്മൾ ന്യൂസിലും വാർത്തകളിലും എല്ലാം നമ്മൾ അറിഞ്ഞൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ടും നമ്മൾ ഒന്നായിട്ട് കൈകോർക്കണം. അപ്പോൾ നിമിഷപ്രിയ യമൻ എന്ന രാജ്യത്താണ് കിടക്കുന്നത്, ജയിലിലാണ് കിടക്കുന്നത്. അവിടുത്തെ ഒരു പൗരനെ കൊന്നതിൻ്റെ പേരിലാണ് നിമിഷപ്രിയ ജയിലിൽ കിടക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ നിമിഷപ്രിയനെ തൂക്കിലേറ്റാൻ വിധിച്ചിരിക്കുകയാണ് അവിടെ. അപ്പോൾ യൂസഫ് അലിയൊക്കെ ഇടപെട്ടിട്ട് നിമിഷപ്രിയനെ ഇറക്കാനൊക്കെ നോക്കിയപ്പോൾ അതൊക്കെ തള്ളിപ്പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നിമിഷപ്രിയയുടെ അമ്മ യമനിൽ പോയിട്ട് അവരോട് മാപ്പ് അപേക്ഷിക്കാനൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ യമനിലെ കുടുംബം, ഈ മരിച്ച സഹോദരൻ്റെ കുടുംബം എന്താണ് പറയാൻ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇപ്പോൾ നമുക്ക് പൈസയാണ്, അവർ മോചനദ്രവ്യമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ പൈസ കൊടുക്കാൻ എല്ലാവരും ഒന്നിച്ച് നിൽക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ പോയി കഴിഞ്ഞിട്ടേ അറിയുള്ളൂ അത് അവർ മോചനദ്രവ്യം ആവശ്യപ്പെടുമോ അതോ തൂക്കിലേറ്റാൻ തന്നെ വിധിക്കുമോ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിമിഷപ്രിയയുടെ അമ്മ എന്തായാലും യമനിലോട്ട് പോകുന്നുണ്ട്. നിമിഷപ്രിയയ്ക്ക് ഒരു മോളുണ്ട്, 10 വയസ്സായ ഒരു മോളുണ്ട്. അപ്പം മോളിന് പ്രായം കുറവായത്, മോളെയും കൂടെ കൊണ്ടുപോകാനാണ് ഇരുന്നത്. പക്ഷെ പ്രായം കുറവായതുകൊണ്ട് യമനിലോട്ട് പോകാൻ ഇപ്പോൾ പറ്റില്ല, മോൾക്ക് പറ്റില്ല. അപ്പോൾ നിമിഷപ്രിയയുടെ അമ്മ മാത്രമാണ് പോകുന്നത്. അപ്പോൾ നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ടും എല്ലാവരും പ്രാർത്ഥിക്കണം. ആ സഹോദരിക്ക് വേണ്ടിയിട്ടും റഹീമിനെ പോലെ തന്നെ എല്ലാവരും മുന്നിട്ടിറങ്ങി കൈകോർത്ത് നിന്ന് നമുക്ക് നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. അവരൊരു മനസാക്ഷി തോന്നിയിട്ട് ഒരു മോചനദ്രവ്യം തന്നെ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് കൊടുക്കാൻ നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്ന് നിമിഷപ്രിയയെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നിട്ട് ഇറങ്ങണം. നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. നിമിഷപ്രിയയുടെ അമ്മ കരയുന്നത് കേട്ട് നമ്മുടെ ചങ്ക് പൊട്ടിപ്പോവും. അത്രയും വിഷമത്തോടു കൂടിയാണ് നിമിഷപ്രിയയുടെ അമ്മ കരയുന്നത്. ഇതുപോലെ തന്നെ റഹീമിനെ പോലെ തന്നെ ഒരുപാട് വർഷമായി ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നിമിഷപ്രിയയും എത്രയും പെട്ടെന്ന് നാടണിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ നിമിഷപ്രിയയുടെ അമ്മയുടെ കുറച്ച് വാക്കുകൾ നമുക്ക് ദൈവത്തോട് യാചിക്കുകയാണ്. എങ്ങനെയാ പറയണമെന്നും എന്താ പറയണമെന്നും എനിക്കറിയാൻ പാടില്ല. എന്റെ മകളുടെ മോചനത്തിന് വേണ്ടി ഈ രാജ്യത്തെ എല്ലാ മനുഷ്യരും ഒരുമിച്ച് ചേർന്ന് അവളെ രക്ഷിച്ച് നൽകണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. റഹീമിൻ്റെ ഉമ്മയെ പോലെ തന്നെ നിമിഷപ്രിയയുടെ ഉമ്മയും നമ്മുടെ അമ്മയാണ്. അപ്പോൾ ആ ഒരു ഇത് മനസ്സിൽ കരുതി എല്ലാവരും റഹീമിന് വേണ്ടി സഹായിച്ച എല്ലാവരും, ഇപ്പം അവർ മോചനദ്രവ്യം ആവശ്യപ്പെടുകയാണെങ്കിൽ എല്ലാവരും മുന്നിട്ട് നിന്ന് റഹീമിന് വേണ്ടിയിട്ടും നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ടും നിങ്ങൾ മുന്നിട്ട് ഇറങ്ങണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിമിഷപ്രിയ എത്രയും പെട്ടെന്ന് നാടണയാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. റഹീമിനെ പോലെ തന്നെ തൂക്കുകയറ് കാത്തിരിക്കുന്നൊരു പാവം ആണ്. അപ്പോൾ നിമിഷപ്രിയയ്ക്ക് എത്രയും പെട്ടെന്ന് നാടണയട്ടെ. നമുക്ക് ആ അമ്മയുടെ നമ്മുടെ കണ്ണുനീരായിട്ട് ആ അമ്മയെ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒപ്പം ചേർത്ത് നിർത്താം. റഹീമിൻ്റെ ഉമ്മയെ ചേർത്ത് നിർത്തിയതുപോലെ നിമിഷപ്രിയയുടെ അമ്മയും നമുക്ക് ചേർത്ത് നിർത്തി നിമിഷപ്രിയ എത്രയും പെട്ടെന്ന് പുറത്തിറക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. എത്രയും പെട്ടെന്ന് നിമിഷപ്രിയ പുറത്തിറങ്ങട്ടെ. ഞാൻ ഈ അവസരത്തിൽ ദുആ ചെയ്യുകയാണ്. നിങ്ങളും എൻ്റെ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും പ്രാർത്ഥിക്കണം. നിമിഷപ്രിയ എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ.